അതെ അതെ, അപ്പം നമ്മളിന്ന് സൂഡിയോയിലിട്ടൊന്ന് പോവുകയാണ്. ഇവിടെ കഴക്കൂട്ടത്തൊരു സൂഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് കണിച്ചേരിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പം അത് 22nd അപ്പോൾ അവിടെ ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ ലോട്ട് ഇട്ടിട്ട് എടുക്കും. അപ്പം നമുക്ക് 3 പേർക്കും കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ്. കുറേ വിൻ്റർ വെയർ കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാനോർത്തേ, നമ്മുടെ ഇവിടെ അത്രയ്ക്ക് തണുപ്പും മഞ്ഞൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത്രയും കളക്ഷൻസ് എന്ന്. പിന്നെ ഓർത്തേ, നമ്മുടെ ഇവിടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും അബ്രോഡ് പോവല്ലേ. പിന്നെ ട്രാവൽ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഓഫീസ് വെയർ കുറേ കളക്ഷൻസ് കണ്ടു. ഇപ്പോൾ ഷർട്ട്സൊക്കെ ആണെങ്കിലും ഈ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. എല്ലാം വന്നിട്ടൊരു 699, 599 ആ റേഞ്ചിലാണ്. അപ്പം ട്രെൻഡിങ്ങും ആണ്, അഫോർഡബിളും ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ടൈപ്പ് പാൻസ് കേട്ടോ ഇത്. കാരണം ഇത് നമുക്ക് ബെൽറ്റ് ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. പ്രത്യേകിച്ച് ട്രാവലൊക്കെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. പിക്ചേഴ്സ് കുറേ നേരമായിട്ട് തന്നെ മറ്റേ കോസ്മെറ്റിക് സെക്ഷനിൽ പോകാനായിട്ട് വിളിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ നെയിൽ പോളിഷിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ട്രൈമി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഹായ്, നല്ല തത്തപ്പച്ച കളറല്ലേ? അയ്യോ അല്ല, തത്തപ്പച്ച അല്ലല്ലോ, ഫ്ലൂറസൻ്റ് പച്ചയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ കുറേ സെൽഫ് ടെക്സ്റ്റൈൽ ടോപ്സ് കിടപ്പുണ്ട്. ഇതിനെല്ലാം ഒരു 599 ആ റേഞ്ചേ ഉള്ളൂ കേട്ടോ. എന്തെടുത്താലും ബ്ലാക്കിലോട്ടാണ് പോവാറുള്ളത്, എന്താണെന്നറിയില്ല. ഇത് ഇവിടെ ആരോ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. അയ്യടാ, കിച്ചൂര് ഇങ്ങനെ ഷോപ്പിൽ വന്നാൽ മെയിൻ പരിപാടിയാണ് കേട്ടോ ഈ ഹൈഡ് ആൻഡ് സീക്ക്. ചില സമയത്ത് നമ്മളെ പേടിപ്പിച്ച് കളയും, വിളിച്ചാലും വിളിയേക്കാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന പജാമ സെറ്റിൻ്റെ ഒരു കളക്ഷൻസ് ആണ്. നല്ല സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ബനിയൻ ടൈപ്പ് കുറേ ഉണ്ട്. ഈ സെക്ഷനിലാണ് വൈഡ് ലെഗ് ജീൻസും പിന്നെ നമ്മുടെ സ്ലൗച്ചി ഫിറ്റ് അങ്ങനത്തെ കുറേ വെറൈറ്റി പാൻസിൻ്റെ സെക്ഷനാണ്. ഇവിടെ വന്നിട്ട് വീട്ടിലിടാനൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇടാൻ പറ്റിയ ടീസാണ്. ഇത് 199 ഉള്ളൂ കേട്ടോ. കിച്ചുൻ്റെ ഫേവറേറ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്. അവൾക്ക് ഇവിടുത്തെ നെയിൽ പോളിഷ് എല്ലാം ഇങ്ങനെ ഓരോ വിരലിലും ഓരോ കളർ അടിക്കലാണ് പരിപാടി. പിന്നെ ഇത് ഇവിടെയാണ് ലിപ്സ്റ്റിക്, ലിപ് ബാം, ലിപ് ഗ്ലോസ്, അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കളറൊക്കെ നോക്കി, അല്ലാതെ ഞാൻ ഒന്നും എടുത്തില്ല. ഈ ഒരു ഏരിയ ഫുൾ കോസ്മെറ്റിക് സെക്ഷനാണ് കേട്ടോ. ഇവിടെയാണ് ഫൗണ്ടേഷൻ, പിന്നെ ബ്ലഷ്, പിന്നെ ഇതിൻ്റെ സിറം അല്ലെങ്കിൽ മറ്റേ വൈപ്സ്, മേക്കപ്പ് റിമൂവർ, അങ്ങനെ കുറേ ഐറ്റംസ് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. ഇതിനൊക്കെ ഒരു 199 അങ്ങനത്തെ റേഞ്ചാണ് കൊടുത്തേക്കുന്ന റേറ്റ്. പിന്നെ ഷൂസും ഒക്കെ വന്നിട്ട് 299 തൊട്ടുണ്ട് കേട്ടോ. 299, 399, 599 അങ്ങനെ പോകും. എല്ലാം എന്തായാലും 1000 താഴെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിനും കിഡ്സിനും വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ഇത് ലേഡീസിന് ഡ്രസ്സ്, എത്നിക് വെയർ അങ്ങനത്തെ ടൈപ്പൊക്കെ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് കൊടുത്തേക്കുന്നത്.
499 സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടുള്ള കുർത്തകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ നല്ല കോട്ടൺ കുർത്താസ് ആട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ 499 ആണ് അവർ വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ചിലപ്പോൾ ക്വാളിറ്റി കാണുമായിരിക്കും. പലാസോ പാൻസ്, ലെഗിൻസ്, പിന്നെ നമ്മുടെ അംബ്രല കട്ട് ചുരിദാർ അല്ലെങ്കിൽ അനാർക്കലി ടൈപ്പ്, അതൊക്കെ ഈ ഫ്ലോറിലാണ് കേട്ടോ. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് 5 ഇയറിന് താഴെ നല്ല കളേഴ്സും നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 5 എബോവ് ആകുമ്പോഴത്തേനും കുറച്ച് നമുക്ക് ഈ 5 ഇയേഴ്സിൽ ഇഷ്ടപ്പെടുന്ന അത്രയും കളക്ഷൻസ് അവിടെ കുറവാണ്. നമ്മളതിൻ്റെ വലുതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് വേറൊരു കാറ്റഗറി തന്നെയാണ്. അപ്പോൾ അവിടെ അത് അവൈലബിൾ ആയിരിക്കത്തില്ല. കണ്ടോ, ഇതൊക്കെ ബിലോ 5 ഇയേഴ്സിൻ്റെ ആണ്. ഇതിപ്പോൾ 5 to 11 ഇയേഴ്സിൽ നിന്ന് ഞാൻ കിച്ചനൊരു വൈറ്റ് ടോപ്പ് എടുത്തു. എത്ര വയസ്സായി? അപ്പൊ എന്തോ ഒരു സത്യം ചെയ്തായിരുന്നല്ലോ. കിച്ചന് എത്ര വയസ്സ് വരെ എടുക്കുന്നു? ആദ്യം അത് 4 ആയിരുന്നേ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ജെൻസിന്റെ സെക്ഷൻ. നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇത് പെർഫ്യൂം, ബോഡി സ്പ്രേ, പിന്നെ ബോഡി ലോഷൻ, ഹെയർ ജെല്ല്, ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ബോഡി ലോഷനൊക്കെ വന്നിട്ട് 99 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ജെൻസിൻ്റെ ഫുട്വെയർ സെക്ഷനാണ്. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കാൻ വന്ന് 2 പേർക്ക് ഓക്കെ ആയി, ഒരാൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോകുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് തപ്പി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഒരു സെൽഫി എടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് സ്പീക്കറിൽ പാട്ട് കേട്ടിട്ടാണോ എന്തോ ഡാൻസ് മാസ്റ്റർ വിക്രം കയറി വെച്ച എൻ്റെ ദേഹത്ത്. നോക്ക് എന്താ കാണിക്കണേ.
ഞാനൊരു ഡ്രസ്സ് വാങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് ഇടാനുള്ളൊരവസരം നോക്കിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇച്ചായനെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എത്ര വർഷം വേണമെങ്കിലും വെച്ചിരുന്ന് കുറച്ച് നാൾ മുമ്പ് പെയിൻ്റടി നടന്നപ്പോഴത്തേനും ഇടാണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ പൊടിഞ്ഞിട്ടെടുത്ത് കളയേണ്ട അവസ്ഥയായി. അത് സൂക്ഷിപ്പിച്ചിരി കൂടുതലാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ നല്ലൊരു ക്വാളിറ്റിയാണത്. പക്ഷെ എനിക്ക് ആ ഒരു പരിപാടിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് എടുത്താൽ അപ്പം തന്നെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഇടണം എന്നുള്ളൊരു മോഹമായിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ ഇച്ചായൻ ബില്ലടയ്ക്കാൻ പോയി. ആ സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് തകർക്കുവാണ്. ഇതൊക്കെ വെറും ഷോ ആണ് കേട്ടോ. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ ചെന്നപ്പോഴാണ് നമ്മുടെ ഹെയർ അക്സസറീസ് ഒക്കെ അവിടെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 79, 89, 99 അത്രേ ഉള്ളൂ കേട്ടോ. ഹെയർ ബണ്ണ്, ക്ലിപ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ലേഡീസിനുള്ള ബോഡി സ്പ്രേ, ഡിയോഡ്രൻറ്റ്, ഫേസ് മാസ്ക്, വൈബ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ബില്ലിംഗ് സെക്ഷനിൽ നല്ല ബുദ്ധിപരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ 49 ആണ്. പിന്നെ വൈബ്സിനൊക്കെ വന്നിട്ട് 29 അല്ലേ. ഭയങ്കര വിലക്കുറവാണല്ലോ. അപ്പം നമ്മൾ വിചാരിക്കത്തില്ല ഒന്നെടുത്താലോ. അതാണ് ഈ അപ്പയുടെ മോളുടെ ഒരു കാര്യം. കാലൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞ് കിച്ചുവിൻ്റെ. അപ്പോൾ അതിൻ്റെ കസരത്താണ് ഈ കാണിക്കുന്നത് ഫുള്ള്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു. നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.